പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ടേ, ആണുങ്ങളുടെ അത്രയും മനക്കെട്ടി പെണ്ണുങ്ങൾക്കില്ലയെന്ന്. ചിലപ്പോഴൊക്കെ അത് സത്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. പലർക്കും മുന്നിൽ ഞാൻ വളരെ ബോൾഡായൊരു വ്യക്തിയാണ്. എന്നാൽ ഇടയ്ക്കൊക്കെ എൻ്റെ സങ്കടങ്ങളിൽ എനിക്ക് ബാലൻസ് കിട്ടാറില്ല. എന്നെ സ്നേഹിക്കുന്നവർക്കൊരു സങ്കടങ്ങളൊക്കെ മിക്കപ്പോഴും എന്നെ തളർത്താറുണ്ട്. പേഴ്സണലായും നേരിൽ കണ്ടും ഇപ്പോൾ പലരും ചോദിക്കുന്ന ചോദ്യമാണ്, എന്താ ഇപ്പോൾ വോയിസ് ഇട്ട് വീഡിയോ ഇടാത്ത, ഇൻസ്റ്റയിലൊട്ട് ആക്റ്റീവ് അല്ലല്ലോ, പണ്ടത്തെ പോലെ വർക്കൊന്നും ഇല്ല എന്നൊക്കെ. കുറച്ച് ദിവസമായിട്ട് അധികം വർക്ക് എടുക്കാറില്ല. അത് മൈൻഡ് ഒട്ടും ഓക്കെ അല്ലാഞ്ഞിട്ടാട്ടോ. വർക്കിൽ 100% ശ്രദ്ധ കൊടുക്കാൻ കഴിയാഞ്ഞിട്ടാ. എൻ്റെ ഓരോ റീൽ നോക്കിയാൽ അതിൽ 2 മുഖങ്ങൾ നിങ്ങൾക്കൊക്കെ ഏറെ പരിചിതമാവില്ലേ. നിങ്ങളുടെ ബോണ്ടിങ് കാണാൻ വളരെ ഭംഗിയാട്ടോ. നിങ്ങളെ കാണുമ്പോൾ അതുപോലെ ലൈഫ് ആസ്വദിക്കാൻ തോന്നുന്നു എന്നൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളിൽ ഒരാൾ തളർന്നാലേ 2 പേരും മാക്സിമം പിടിച്ചു നിർത്താൻ ശ്രമിക്കാറുണ്ട്. ഇന്നിപ്പോൾ 3 പേരും ഒരുമിച്ച് തളർന്നിരിക്കുക. ഞങ്ങളിൽ ഒരാൾക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി. വളരെ ശ്രദ്ധയോടുകൂടി റോഡ് ക്രോസ് ചെയ്യുമ്പോൾ പറ്റിയൊരു ആക്സിഡൻറ്റ്. ഒരു നേരം പുലർന്ന് തന്നെ ആ വാർത്ത കേട്ടപ്പോൾ ശരീരം മൊത്തം തരിച്ചൊരവസ്ഥയായിരുന്നു. ഒരു പകൽ മുഴുവൻ ഞങ്ങൾ കൂടെ നിന്നു. ഞങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു നോക്ക് കണ്ടൊന്ന് സമാധാനിപ്പിക്കാനെങ്കിലും കഴിഞ്ഞു. താത്ത, ഇന്നും ഞങ്ങളിൽ ഒരുപാട് പേര് നിങ്ങളുടെ തിരിച്ചുവരവിന് വേണ്ടി കാത്തിരിക്കുക. നിങ്ങളുടെ സംസാരവും സാമീപ്യവും ഒക്കെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ പ്ലാൻ ചെയ്ത ട്രിപ്പുകളൊക്കെ പെൻഡിങ്ങാണ്. എല്ലാം നമുക്ക് ആസ്വദിക്കണം. ഇതൊരിക്കലും ജീവിതത്തിൻ്റെ ഒരു അവസാനമൊന്നുമല്ല. ഇന്ന് നിങ്ങൾ ഒരുക്കിയ ഓരോ കണ്ണുനീരും അനുഭവിച്ച ഓരോ അവസ്ഥയും പടച്ചോൻ നിങ്ങൾക്ക് നാളെ ഇരട്ടിയായ സന്തോഷം തരും. എന്നെ പടച്ചോൻ കൈവിട്ട് എന്നൊന്നും ചിന്തിക്കരുത്. ആ ഒരു കാവലുള്ളതുകൊണ്ട് മാത്രമാണ് വലിയൊരു അപകടം ഒഴിവായി പോയത്.